friends, welcome to I Choose New World. ഹായ്, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ചിക്കൻ സ്പ്രിംഗ് റോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ചിക്കൻ സ്പ്രിംഗ് റോളിനുള്ള ചിക്കൻ വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കഴുകി ക്ലീൻ ചെയ്ത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കൻ വേവിച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും. ബുദ്ധിമുട്ടുള്ളവർ മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. എന്നിട്ടൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായാൽ നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായാൽ നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 2 സവാള ചെറുതായി അരിഞ്ഞതാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള ഒരുപാട് നേരം ഇട്ടിട്ട് വഴറ്റേണ്ടതെന്ന് ആവശ്യമില്ല. ഈ സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി. ഇപ്പോൾ സവാള വഴന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറണ വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ലോ ആക്കിയിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടികളൊക്കെ കരിഞ്ഞു പോകും. ഇല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പൊടികൾ ഇട്ടതിന് ശേഷം വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ പൊടികളുടെയും പച്ചമണം മാറണ വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്പ്രിംഗ് റോളിനുള്ള മൈദയുടെ ദോശ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 മുട്ട പൊട്ടിച്ചിടാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ദോശക്കുള്ള ബാറ്റർ തയ്യാറാക്കാം. കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലത്തെ ഒരു വിസ്ക് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുത്താലും മതി.
അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ദോശ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായാൽ നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് ദോശ തയ്യാറാക്കിയെടുക്കാം. ഈ ദോശ വെന്ത് വന്നാൽ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. തിരിച്ചിട്ടിട്ട് വേവിക്കേണ്ടിയൊന്നും ആവശ്യമില്ല. നമുക്കിനി ഇതിൽ നിന്ന് എടുക്കാം. എന്നിട്ടൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ചൂടോട് കൂടി തന്നെ ഇതിലേക്കുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കണം. അപ്പോഴാണ് ഇത് തന്നെ ഒട്ടുള്ളൂ. ഇതിലേക്കുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം. ആദ്യം മുകളിൽ നിന്ന് മടക്കിയിട്ട് 2 സൈഡ് ഇതുപോലെ മടക്കി കൊടുക്കാം. എന്നിട്ട് റോൾ ചെയ്തെടുക്കാം. നമ്മളിത് ചൂടോടുകൂടി ചെയ്ത കാരണം ഇത് തന്നെ ഒട്ടിക്കിട്ടും. കണ്ടില്ലേ, ഇതുപോലെ ഒട്ടിക്കിട്ടും. ഇല്ലെങ്കിൽ നമ്മളിത് ചൂട് പോയതിന് ശേഷമാണ് ചെയ്യുന്നതെങ്കിൽ മൈദയും വെള്ളമൊക്കെ കലക്കിയിട്ട് പുരട്ടി കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ചൂടോടുകൂടി ചെയ്യുന്നതായിരിക്കും എളുപ്പം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഞാൻ ഇതുപോലെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള കോട്ടിങ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചിടാം. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റോൾ ചെയ്ത് വെച്ചതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ആദ്യം മുട്ടയുടെ മിക്സിയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ പുരട്ടിയെടുക്കാം. ഇതുപോലെ എല്ലാതും ചെയ്തെടുക്കാം. മുട്ടയുടെ മിക്സിയിൽ മുക്കാൻ ഒരു കൈയും ബ്രെഡ് ക്രംസിൽ പുരട്ടിയെടുക്കാൻ ഒരു കൈയും ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പം എല്ലാതും ഞാൻ ഇതുപോലെ ബ്രെഡ് ക്രംസിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായാൽ നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഓയിൽ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഗോൾഡൻ ബ്രൗൺ നിറം വരുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ സൈഡും ഇതുപോലെ തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ മുട്ടയുടെ മിക്സ് തയ്യാറാക്കുമ്പോൾ മുട്ടയുടെ വെള്ളയും മഞ്ഞ എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ഓയിൽ പതഞ്ഞു വരുന്നത്. ഇത് ബുദ്ധിമുട്ടുള്ളവർക്ക് മുട്ടയുടെ വെള്ളം മാത്രം എടുത്തിട്ട് ബീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ പതഞ്ഞു വരില്ല. ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ നിറം വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ സ്പ്രിംഗ് റോൾ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ സ്പ്രിംഗ് റോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.